പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ നമ്മളിന്ന് ആചരിക്കുന്നു. ഒപ്പം നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ ദിനവും ഇന്ന് നമ്മൾ സ്നേഹത്തോടെ ഓർമ്മിച്ചെടുക്കുകയാണ്. നല്ല പൗരന്മാരാവാൻ, ഒപ്പം ആത്മീയതയിൽ നിറഞ്ഞ നല്ല മനുഷ്യരാവാൻ ഇന്ന് സഭാമാതാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ ജീവിതം സ്വർഗത്തിലേക്ക് എടുക്കപ്പെടേണ്ട ജീവിതങ്ങളാണെന്ന് പരിശുദ്ധ കന്യകാമറിയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്വർഗത്തിലേക്ക് എടുക്കപ്പെടണമെങ്കിൽ പരിശുദ്ധ അമ്മ ജീവിച്ചതുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മ തൻ്റെ പ്രാർത്ഥന കൊണ്ടും സ്നേഹം കൊണ്ടും ഒരു കുടുംബത്തെ തിരുക്കുടുംബമാക്കിയതുപോലെ നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കണമേ എന്ന് നമുക്ക് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കാം. തീർച്ചയായും ദിവ്യസുതൻ്റെ പക്കൽ പ്രാർത്ഥനകളുമായി പരിശുദ്ധ അമ്മ എത്തുമ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധ്യമാക്കപ്പെടുന്നു. ജീവിതം മുഴുവൻ ഈ പരിശുദ്ധമായ അൽത്താരയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ മാതൃരാജ്യത്തെ നമുക്ക് ഓർക്കാം. രാജ്യത്തിലെ എല്ലാ ജനങ്ങളും സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കാനുള്ള വലിയ കൃപ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം വഴി ഇന്ത്യക്ക് സ്വന്തമാവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മുടെ കൈ പിടിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് സ്നേഹത്തോടെ നമുക്ക് ഈ ബലിയിൽ പങ്കുചേരാം. തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം. ഒരുമയോടെ ബലി അർപ്പിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട്
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ അങ്ങ് സ്വർഗീയ മഹിമയിലേക്ക് ഉയർത്തുകയും നിത്യ കിരീടമണിയിക്കുകയും ചെയ്തുവല്ലോ. ഞങ്ങളുടെ അമ്മയായ പരിശുദ്ധ മറിയത്തിന് കൈവന്ന ഈ മഹാഭാഗ്യത്തെ പ്രതി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ദൈവജനനിയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ രക്ഷാകരമായ ഈ ദിവ്യരഹസ്യങ്ങൾ അങ്ങേക്ക് പ്രീതികരമായ രീതിയിൽ പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അഖില കീർത്തനത്തിനും അർഹനായ ദൈവമേ, ഉചിതമാണ് മധുരമാ ദിവ്യനാമ കീർത്തനം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിൻ്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങെല്ലാത്തിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. എൻ്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുര സ്വരം ശ്രവിക്കാനും ഗ്രഹിക്കാനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും
പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 17 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, നിങ്ങൾ ഉൾക്കൊണ്ട പ്രബോധനങ്ങൾക്ക് വിരുദ്ധമായി ഭിന്നിപ്പുകളും ഇടർച്ചകളും ഉണ്ടാക്കുന്നവരെ ശ്രദ്ധിച്ചു കൊള്ളണം എന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു. അവരിൽ നിന്ന് അകന്നു മാറുകയും അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ മിശിഹായെയല്ല, തങ്ങളുടെ തന്നെ ഉദരങ്ങളെയാണ് ശുശ്രൂഷിക്കുന്നത്. മധുരഭാഷവും ഉപസ്തുതിയും വഴി അവർ സർവചിത്തരുടെ ഹൃദയങ്ങളെ വഞ്ചിക്കുന്നു. നിങ്ങളുടെ അനുസരണം എല്ലാവർക്കും അറിവുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെക്കുറിച്ച് സന്തോഷിക്കുന്നു. നിങ്ങൾ നന്മയിൽ അറിവുള്ളവരും തിന്മയുടെ മാലിന്യമേശാത്തവരും ആയിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി തകർത്ത് കളയുന്നു. നമ്മുടെ കർത്താവായ ഈശോയുടെ കൃപ നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ സഹപ്രവർത്തകനായ തിമോഥെയോസും എൻ്റെ ബന്ധുക്കളായ ലൂസിയൂസും യാസോനും സോസിപ്പാത്തറും നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. ഈ ലേഖനത്തിൻ്റെ എഴുത്തുകാരനായ ഞാൻ തെർത്തിയോസ് കർത്താവിൽ നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. എൻ്റെയും സഭ മുഴുവൻ്റെയും ആതിഥേയനായ ഗായിയൂസ് നിങ്ങൾക്ക് അഭിവാദനം നൽകുന്നു. നഗരത്തിലെ ഖജനാവുകാരനായ എറാസ്തൂസും സഹോദരനായ ക്വാർത്തൂസും നിങ്ങൾക്ക് വന്ദനം പറയുന്നു. എൻ്റെ സുവിശേഷമനുസരിച്ചും ഈശോ മിശിഹായെക്കുറിച്ചുള്ള പ്രഘോഷണമനുസരിച്ചും രഹസ്യത്തിൻ്റെ വെളിപാടനുസരിച്ചും നിങ്ങളെ ബലപ്പെടുത്താൻ കഴിവുള്ളവനാണ് ദൈവം. കാലാകാലം നിഗൂഢമായിരുന്ന രഹസ്യം പ്രവാചകലിഖിതങ്ങൾ വഴി ഇപ്പോൾ വെളിപ്പെടുത്തി. ഈ രഹസ്യം നിത്യനായ ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് വിശ്വാസത്തിൻ്റെ അനുസരണത്തിനായി സകല ജനതകൾക്കും അറിയിക്കപ്പെട്ടിരിക്കുകയാണ്. സർവജ്ഞനായ ഏകദൈവത്തിന് ഈശോ മിശിഹാ വഴി എന്നേക്കും മഹത്വം. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലോരാശ്രയം മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവായി ഞാനതൊഴുക്കിയിടട്ടെ. ഏറ്റ മനോഗ്രഹപൂരിത കവിത തൂലിക പോലെ നാമിന്നോ. താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതിയുയരട്ടെ. ആദിമുതൽ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവ്വം ഒരു സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. ഈശോയുടെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ഈശോയും ശിഷ്യന്മാരും വിവാഹ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ ഈശോയുടെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. ഈശോ പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് എന്തായാലും അത് ചെയ്യും. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുമെന്ന് ഈശോ അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരൻ്റെ അടുത്ത് കൊണ്ടുചെല്ലുമെന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. വീഞ്ഞായി മാറിയ ആ വെള്ളം കലവറക്കാരൻ രുചിച്ചു നോക്കി.
അതെവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. കലവറക്കാരൻ മണവാളിനെ വിളിച്ചു. അവൻ പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ. ഈശോ തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നത് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലയിലെ കാനായിൽ ചെയ്തത്. അവന്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. അതിനുശേഷം അവൻ തന്റെ അമ്മയോടും സഹോദരന്മാരോടും ശിഷ്യരോടും കൂടെ കഫർനാമിലേക്ക് പോയി. അവർ അവിടെ ഏതാനും ദിവസം താമസിച്ചു. വിശുദ്ധായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അമലോത്ഭവ മാതാവ് നിത്യ കന്യകാമറിയം ഈ ലോക ജീവിതം അവസാനിച്ച ശേഷം ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് ആരോപിതയായി. 1951 നവംബർ 1-ാം തീയതി 12-ാം പിയൂസ് മാർപ്പാപ്പ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണം വിശ്വാസ സത്യമായി പ്രഖ്യാപിച്ചതിന് ശേഷം പറഞ്ഞ വാചകങ്ങളാണ്. മനുഷ്യകുലത്തിൻ്റെ പ്രത്യാശയും മാതൃകയുമാണ് പരിശുദ്ധ കന്യകാമറിയം. നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് യാത്ര ചെയ്യുന്നവരാണ് എന്ന് നമുക്കറിയാം. എല്ലാവരും എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന സ്ഥലത്ത് മറിയത്തിന് മുൻകൂറായി സ്ഥലമൊരുക്കിക്കൊണ്ട് ദൈവം ഈ ലോകത്തിലുള്ള സർവ്വ മനുഷ്യരെയും സ്വർഗത്തിലേക്ക് ക്ഷണിക്കുകയാണ്. മാത്രമല്ല, മരണത്തിന് പോലും മറയ്ക്കാൻ സാധിക്കാത്ത മാതൃപുത്ര ബന്ധത്തിൻ്റെ സൂചന കൂടെയാണ് മറിയത്തിൻ്റെ സ്വർഗാരോപണം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധം അത് സ്വർഗത്തിലും തുടരാൻ വേണ്ടി ഈശോ തമ്പുരാൻ തൻ്റെ അമ്മയെ സ്വർഗത്തിലേക്ക് ഉടലോടെ കൂട്ടിക്കൊണ്ടുപോയി എന്ന വിശ്വാസം നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരമ്മയും മകനുമൊക്കെയുള്ള സ്നേഹം ഈ ലോകത്തിൽ അവസാനിക്കുന്നതല്ല, മറിച്ച് സ്വർഗത്തിലും തുടർന്നു പോവേണ്ടതാണ് എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മറിയം ഒരു കണക്കിൽ പറഞ്ഞാൽ സ്വർഗം തന്നെയാണ്. മംഗളവാർത്തയിൽ സംഭവിച്ചത് മറിയം സ്വർഗമായ നിമിഷമാണ് എന്ന് വിശുദ്ധ അംബ്രോസ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു. പരിശുദ്ധ ആത്മാവ് വന്നത് ഈശോയ്ക്ക് ജന്മം നൽകുന്ന പുരുഷധർമ്മം നിർവഹിക്കാനായിരുന്നില്ല, മറിച്ച് മറിയത്തെ സ്വർഗമാക്കാൻ വേണ്ടി വന്നതാണ്. നിത്യതയില് പിതാവിനോടൊത്ത് ജന്മം കൊണ്ട തിരുകുമാരന് ഇനിയും ഒരു ജന്മം നൽകാൻ ആരുടെയും ആവശ്യമില്ലായിരുന്നു. പക്ഷേ മറിയത്തെ സ്വർഗമാക്കി മാറ്റാൻ, ദൈവം വസിക്കുന്ന സ്ഥലമാക്കി മാറ്റാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലാണ് മംഗളവാർത്തയിൽ സംഭവിച്ചത് എന്ന് നമുക്കറിയാം. ദൈവം വസിക്കുന്ന സ്ഥലമായി, പറുദീസയായി മറിയത്തെ പരിശുദ്ധാത്മാവ് പരിചയപ്പെടുത്തുകയാണ്. പറുദീസയിലെ സായന്തനങ്ങളിൽ നടക്കുന്ന ദൈവത്തെ പറ്റി ബൈബിളിൽ പറയുന്നുണ്ട്. മാമ്രയുടെ ഓക്കുമര ചുവട്ടിൽ പ്രത്യക്ഷനാകുന്ന ദൈവത്തെ പറ്റി പഴയ നിയമത്തിൽ സാക്ഷ്യമുണ്ട്. സീനായ് മലയുടെ മുകളിലും കത്തുന്ന മുൾപ്പടർപ്പിലുമൊക്കെ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്ന ദൈവം മറിയത്തിൽ നിത്യ സാന്നിധ്യമായി മാറുന്നതാണ് മംഗളവാർത്തയിൽ നമ്മൾ കാണുന്നത്. സ്നേഹമുള്ളവരെ, മറിയത്തെ പോലെ ഈശോയെ നമ്മിലേക്ക് സ്വീകരിച്ചിട്ട് സ്വർഗീയ സാന്നിധ്യമാവാൻ നമുക്കൊക്കെ കഴിയുന്നുണ്ടോ എന്ന് ഇന്ന് പരിശുദ്ധ അമ്മ നമ്മളോട് ചോദിക്കുകയാണ്. മറിയം സ്വർഗം മാത്രമായിരുന്നില്ല, നമുക്കറിയാമത്. മറിയം സ്വർഗത്തെ മറ്റുള്ളവർക്ക് നൽകുന്നവൾ കൂടെയാണ്. തൻ്റെ ഗർഭാവസ്ഥയിലെ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിട്ടും
തൻ്റെ ഇളയമ്മ ഗർഭിണിയാണ് എന്ന് കേട്ടപ്പോൾ അവളെ ശുശ്രൂഷിക്കാൻ, അവൾക്ക് സ്വർഗീയ സന്തോഷം നൽകാൻ മറിയം യാത്രയാണ്. മറിയത്തെ കണ്ടയുടനെ എലിസബത്തിന്റെ ഉദരത്തില് യോഹന്നാൻ കുതിച്ചു ചാടി സന്തോഷത്താൽ എന്ന് ബൈബിള് നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുന്നു. ഇന്നത്തെ സുവിശേഷത്തില് ഖാനായിലെ വിവാഹ വിരുന്നാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. നമുക്കാർക്കും പലപ്പോഴും പല പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല. പരിശുദ്ധ അമ്മയ്ക്ക് അന്ന് അവിടെ ഉണ്ടായ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുന്നതിന്റെ അടുത്തേക്ക് അവരെ കൊണ്ടുചെല്ലാൻ പരിശുദ്ധ അമ്മയ്ക്കായി. നമ്മുടെയൊക്കെ പണിയിൽ തന്നെയാണ്. ഈ ലോകത്തില് നമുക്ക് സാധിക്കാത്ത ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ പ്രശ്ന പരിഹാരത്തിന് മറ്റുള്ളവരെ കൂട്ടിയിണക്കുന്ന മനോഹരമായ കണ്ണിയാകാൻ നമുക്ക് സാധിക്കുമെന്ന് പരിശുദ്ധ അമ്മ ഇന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം അമ്മ ഒരു കാര്യം പറയുന്നുണ്ട്, സ്വർഗത്തിലേക്കുള്ള വഴി അത്ര രസകരമൊന്നുമല്ല. ദൈവം കൂടെയുണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യമെന്ന് പറയുന്നത് സഹനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാവുമെന്നാണ്. നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കിടക്കും എന്ന് ശിമയോൻ കണ്ണു നോക്കി പറഞ്ഞപ്പോൾ പതറാതെ നിൽക്കാൻ അമ്മയ്ക്ക് സാധിച്ചത് ദൈവം കൂടെ ഉണ്ടായിരുന്നതുകൊണ്ടായിരുന്നു. ഇന്നും അമ്മമാർക്ക് നടന്നു പോകരുത്. നിങ്ങളുടെയൊക്കെ വിളി മറിയം സ്വീകരിച്ചതുപോലെ ഹൃദയത്തിൽ തുളച്ചു കയറുന്ന വാളുമായി ജീവിക്കാൻ തന്നെയാണ്. ഞാനും പിതാവും നിന്നെക്കുറിച്ച് എത്രമാത്രം ഉത്കണ്ഠപ്പെട്ടുവെന്ന് ഈശോയെ നോക്കി മറിയം പറയുമ്പോൾ അതിന്ന് ഓരോ അമ്മമാരുടെയും അപ്പന്മാരുടെയും ഹൃദയസ്പന്ദനമാണ് എന്ന് നമുക്കറിയാം. മദ്യവും മയക്കുമരുന്നും ലവ് ജിഹാദും വഴിവിട്ട ബന്ധങ്ങളുമൊക്കെ നമ്മുടെ മക്കൾക്ക് കെണിയൊരുക്കുമ്പോൾ ഹൃദയത്തിൽ ഇന്ന് വാളില്ലാതെ ജീവിക്കാൻ ഏത് മാതാപിതാക്കൾക്കാണ് കഴിയുക എന്ന് നമ്മൾ ചിന്തിക്കണം. ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ ദൈവം ഉപയോഗിച്ച ഗോവണിയാണ് മറിയം. സ്വർഗത്തിലേക്ക് കയറാനും മനുഷ്യന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഗോവണിയാണിത് എന്ന് വിശുദ്ധ അംബ്രോസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. മറിയം വെറുതെ ഒരു ഗോവണിയാണ് എന്ന് കരുതുന്നതിനപ്പുറം ഈ ഗോവണിക്ക് പ്രധാനമായും 5 സ്റ്റെപ്പുകളുണ്ട് എന്ന് നമുക്കറിയാം. ഇതാ കർത്താവിൻ്റെ ദാസി. നിറമനസ്സോടെ നമ്മുടെ ജീവിതങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കാനുള്ള നല്ല മനോഭാവം. അപ്പോൾ ഓർത്തിരിക്കണം, ജീവിതത്തിൽ ദൈവം നല്ലതേ വരുത്തൂ, നല്ലത് മാത്രമേ വരുത്തൂ. എൻ്റെ ഹൃദയം ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന കീർത്തനം ജീവിതത്തിൽ ദൈവത്തിൽ ആനന്ദിക്കാൻ, ദൈവത്തിൽ മാത്രം ആനന്ദിക്കാൻ കഴിയണമെന്ന് മറിയം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. പിന്നെ മറിയം ഓർമ്മിപ്പിക്കുന്നുണ്ട്, അവൻ പറയുന്നത് പോലെ ചെയ്യുക. ദൈവ വചനമനുസരിച്ച്, ഈശോ പറയുന്നതനുസരിച്ച് ജീവിതത്തിൽ ജീവിക്കാൻ കഴിയുമെങ്കിൽ, വചനത്തിന് സാക്ഷ്യം നൽകാൻ കഴിയുമെങ്കിൽ മറിയത്തെ ഒരു ഗോവണിയായി നമുക്കും കാണാൻ സാധിക്കും. ഹൃദയത്തിൽ വാള് കടന്നുപോകും. സഹനങ്ങൾ ഉണ്ടാകുന്ന നിമിഷങ്ങളിലും ദൈവത്തെ ചേർത്ത് പിടിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ മറിയമാവുന്ന ഗോവണിയിലൂടെ കയറി സ്വർഗത്തിലെത്താൻ നമുക്കും സാധിക്കും. വിശ്വസിച്ചവർ ഭാഗ്യവതി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടവളാണ് മറിയം. സ്നേഹമുള്ളവരെ, നമുക്കും പരിശുദ്ധ അമ്മയെ പോലെ വിശ്വസിച്ച് ഭാഗ്യം നേടാൻ സാധിക്കുമോ എന്നുള്ള ഒരു ചിന്ത കൂടി നമുക്കിന്നുണ്ടാവണം. പരിശുദ്ധ കന്യകാമറിയമാകുന്ന ഗോവണി ദൈവം ഈ ലോകത്തിലേക്ക് ഇറക്കി തന്നത് ദൈവത്തിന് ഇറങ്ങി വരാൻ മാത്രമല്ല, മനുഷ്യരായ നമ്മളെ മുഴുവൻ ഈ ഗോവണി വഴി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി കൂടെയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ മുമ്പിൽ വലിയ സാക്ഷ്യമായി നിൽക്കുമ്പോൾ, ഒരു സ്വർഗീയ അനുഭവമായി മാറുമ്പോൾ, സ്വർഗം തന്നെ ആവുമ്പോൾ നമുക്കും ഈ ലോകത്തിൽ പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിന് സാക്ഷ്യം നൽകുന്നവരാവാം. ഹൃദയത്തിൽ ദൈവത്തെ സ്വീകരിച്ച് സ്വർഗമാവുന്നവരാവാം. ഈ സ്വർഗീയ സന്തോഷത്തെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്ത് സ്വർഗത്തിലേക്ക് അവരെ ക്ഷണിക്കുന്നവരാവാം.
വിശ്വസിച്ച് മാത്രം ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്ന നല്ല മനുഷ്യരാവാൻ, മറ്റുള്ളവർക്ക് സ്വർഗീയ സന്തോഷം നൽകാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്നേഹത്തോടെ പരിശുദ്ധ അമ്മയുടെ നല്ല മക്കളായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സുഖോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. രക്ഷകനായ മിശിഹായേ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷിയുടെ ചുമടുകളാൽ പരിപോഷിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളെയും എതിർപ്പുകളെയും നേടുന്നതിനും നിന്റെ ദിവ്യദൗത്യം വിജയകരമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയോട് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവിനൊക്കെ പങ്കാളികളാവാനുമുള്ള സന്മനസ് നിന്റെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധമായ ഫ്രാൻസിസ് പാപ്പായി, ഞങ്ങളുടെ സുപരിപിതാമനുമായ ജോസഫ് ഗ്രാമത്തായി, ഞങ്ങളുടെ അതിരുപാധ്യക്ഷനായ ജോസഫ് ഗ്രാമത്തായി, ഞങ്ങളുടെ പിതാവിൻ ദീക്ഷണമായ മറിയം ജോസഫ് ഗ്രാനെ മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിവിധ സഭകളിൽ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏകത്വ വിശ്വാസത്തിൽ അവയെ പരീക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ മിശിഹായേ, രക്ഷാകര കർമ്മത്തിൽ നിന്നോട് അടുത്ത് സഹകരിക്കുകയും മഹത്വം പ്രാപിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങൾ ദൈവവിഷ്ണു നിർവഹിക്കുന്നതിനും നിത്യസൗഭാഗ്യം പ്രാപിക്കുന്നതിനും കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ കന്യാമറിയത്തെ നിന്റെ മഹത്വപൂർണ്ണതയിൽ ശാരീരികമായിട്ട് കൂടി പങ്കുചേർത്ത കർത്താവേ, ഞങ്ങളുടെ ശരീരങ്ങളെയും നിന്റെ മഹത്വത്തിൽ പങ്കുചേർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇറങ്ങി വസിച്ച് കന്യാമാതാവിന്റെ ശരീരത്തെ മഹത്വപ്പെടുത്തി കർത്താവേ, ദൈവാത്മാവിന്റെ സജീവമാലയമായ ഞങ്ങളുടെ ശരീരത്തെ നിർമ്മലമായി കാത്തു സൂക്ഷിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുവാൻ കൃപ നൽകിയ കർത്താവേ, പരിശുദ്ധ മറിയത്തെയും മാധ്യസ്ഥതയാൽ ഞങ്ങളുടെ രാജ്യത്തെയും അതിൽ വസിക്കുന്നവരെയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ വളരുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നമ്മോത്തിരെയും പിതാവിനും പരിശുദ്ധാത്മാവിനെ സമർപ്പിക്കാം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അനുഗ്രഹീതയും കൃപാവരപൂർണ്ണയുമായ മാതാവിൻ്റെ മാധ്യസ്ഥ്യം വഴി അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം അപേക്ഷിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങൾ നിറയ്ക്കണമേ. സ്വർഗാരോപതിയായ മാതാവിൻ്റെ പ്രാർത്ഥനകൾ ഈ ലോകത്തിൽ ഞങ്ങൾക്കുറപ്പുള്ള സഹായവും സംരക്ഷണവുമായിരിക്കട്ടെ. പരിശുദ്ധ കന്യകയെ പോലെ ഞങ്ങളും സദാ സ്വർഗീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് ജീവിക്കാനും നിത്യമഹത്വം പ്രാപിക്കാനും അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കിൽ ഉണ്ടാകട്ടെ.
ഈ ലോകം വേർപെട്ടുപോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലികൾക്ക് സഹായത്തെ രക്ഷിക്കും. സ്വകരാജ്യത്തിന് ജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരരെ, ഈ കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളേക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. സഹോദരി നിങ്ങൾ സമാധാനം ആശംസിക്കുവാൻ നമുക്കെല്ലാവർക്കും പിതാവിനോടും വിശുദ്ധിയോടും കൂടെ കർത്താവിനെയും അവിടുത്തെ ഉപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആഗ്രഹം നിന്ന് ഇവിടെ അനുഷ്ഠിക്കുകയെ സൂക്ഷിക്കുവാൻ വായുടെ ജന്മാരസ്യങ്ങൾ ഉദാശയപ്പെടുന്നു. പുരോഹിതൻ തന്റെ മായിസം വഴി സമാധാനം സ്വന്തമാക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഹവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിക്കൂ. സമാധാനം നമ്മോട് കൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്നും സ്തുതിയും എല്ലാ നാവുകളിൽ നിന്നും കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോടെ സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോപയന്മാരോടും ശ്രാപ്പയന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായും ശശ്വതത്തിലവർ തിരുസന്നിധി അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവെന്നും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും എന്നും നിറയുന്നു മന്നവനവരുടെ മഹിമ
ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയുടെ സദൃശനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ പരിപൂർണ മനുഷ്യനായി അവിടുന്ന് സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കാൻ നിയമത്തിന് വിധേയരാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവനും ക്ലേശിതനുമായ ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാന ആചാര്യനായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മേലധ്യക്ഷനായ മാർ റെവിജിയോസ് മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്കും വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനു വേണ്ടിയും ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശയോടെ കാത്തിരിക്കുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയും കർത്താവേ, ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ വിശുദ്ധമായി ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ ഓർമ്മയാചരണത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും സകല വിശുദ്ധരുടെയും പാവന സ്മരണ അങ്ങയുടെ സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ഈശോമിശിഹായെ അയച്ചുവെന്നും ഉപവാസികൾ എല്ലാവരും അറിയട്ടെ. കർത്താവേ, എളിയവരും ക്ലേശിതരുമായ ഈ ദാസർ അങ്ങയുടെ തിരുസന്നിധിയിൽ ഇപ്പോൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ദൈവികവുമായ ഈ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശക്തരായാകുമ്പോൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്ന് നിന്റെ ദാസന്മാരുടെയും കുർബാനയിൽ ആവസിച്ചതിനെ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ വലിയ പ്രത്യാശയ്ക്കും എന്നെ പ്രീതിപ്പെടുത്തിയ എല്ലാവരും ഒരുമിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ.
സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം ഞങ്ങളോട് കരുണ തോന്നണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സുദീർഘവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ ഈശോയുടെ ഉന്നതമായ സന്യാസികളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സ്നേഹിക്കാം. അനുതാപത്തോടെ അപരാധത്തിനുകൊണ്ടും പാവങ്ങളിലേക്ക് പ്രസ്താവിച്ചുകൊണ്ടും സഹോദരനെ രക്ഷിച്ചുകൊണ്ടും നമുക്ക് സകലത്തിന്റെ നാഥനായ ദൈവത്തോട് ചെയ്യാം. സാക്ഷി ശുദ്ധീകരിക്കാം. നമ്മുടെ ആത്മാക്കളെ മുക്തമാക്കാം. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും കാരുണ്യപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നത ദൈവമായ അങ്ങേ സ്വർഗ്ഗരാജ്യത്തിൽ സകല വിശുദ്ധരും ഒന്നിച്ച് സ്തുതിക്കാൻ ഞങ്ങളുടെ അധരങ്ങളെ നീ പവിത്രീകരിക്കണമേ. കർത്താവെ, ഞങ്ങളൊന്നു ചേർന്ന് അങ്ങയെ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകോപ
സ്നേഹത്താൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അറിയുന്നേ നീ എനിക്ക് പ്രീതിയാകുന്നു, കന്യകമാർ നിന്നെ വാഴ്ത്തുന്നു. എന്തെന്നാൽ നിന്റെ സൽക്കാരവും സ്വർഗത്തെ സന്തോഷിപ്പിക്കുകയും ഭൂമിയെ ആനന്ദിപ്പിക്കുകയും ചെയ്തു. സഹോദരീ വരുവിൻ, നമുക്ക് മിശിഹായുടെ ശരീരങ്ങൾ സ്വീകരിക്കാം. ആത്മശരീരങ്ങളോടെ സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കാൻ പരിശുദ്ധ കന്യകാമറിയത്തിന് കൃപ നൽകിയ ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. നിത്യ സൗഭാഗ്യത്തിന്റെ ഉറവിടവും അച്ചാരവുമായ ഈ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരാനാണ് ഞങ്ങളെ കാരണപൂർവ്വം യോഗ്യരാക്കിയതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവും രക്ഷകനും ജീവദാതാവുമായ മിശിഹായെ, സകലത്തെയും പവിത്രീകരിക്കുന്ന നിന്റെ അമൂല്യമായ ശരീരരക്തങ്ങൾ നീ ഞങ്ങൾക്ക് നൽകി. ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിച്ച് ഞങ്ങളുടെ ശരീരങ്ങൾ ഉയർപ്പിന്റെ മഹത്വത്തിനർത്ഥമാകട്ടെ. അവനീയമായ ഈ ദിവ്യദാനത്തെ പ്രതി നിനക്ക് ഞങ്ങൾ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ദൈവമാതാവായ കന്യകാമറിയത്തെ ആത്മശരീരങ്ങളോടെ സ്വർഗീയ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിച്ച സർവശക്തനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. സ്വർഗാരോപിതയായ അമ്മയുടെ പ്രാർത്ഥനയാൽ ആത്മീയ ആനന്ദവും സ്വർഗീയ ദാനങ്ങളും സമൃദ്ധമായി നമുക്ക് ലഭിക്കുമാറാകട്ടെ. മിശിഹായുടെ ഉത്ഥാനത്തിന്റെ മഹത്വത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പങ്കുചേർത്ത പിതാവായ ദൈവത്തിന്റെ സ്നേഹവും തന്റെ പ്രിയ മാതാവിനെ നമുക്ക് അമ്മയായി നൽകുവാൻ തിരുമനസ്സായ പുത്രന്റെ കൃപയും പരിപൂർണതയുടെ മാർഗത്തിലൂടെ കന്യകാമറിയത്തെ നയിച്ച പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. പരിശുദ്ധമായ ശരീരത്തെ നിർമ്മലമായി കാത്തുകൊള്ളുന്നു. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്രകൾ ചെയ്യുന്ന ഞങ്ങളുടെ ഹൃദയങ്ങളെ ലോകത്തിൽ നടത്തുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യുന്നു. അങ്ങയുടെ സ്നേഹം ഞങ്ങളെ ലോകങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. ഞങ്ങളുടെ ഞങ്ങൾ പല സംബന്ധമായ ശുശ്രൂഷിക്കപ്പെട്ട പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹവും മാധ്യസ്ഥവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷകരമാവട്ടെ നിങ്ങളെല്ലാവരുടെയും ജീവിതങ്ങൾ. ഇന്ന് അഡോറേഷൻ സിസ്റ്റേഴ്സാണ് അവിടെ മാതാവിനെയൊക്കെ അലങ്കരിച്ച് നമുക്ക് വേണ്ടി ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരോട് മദറിനോടും സിസ്റ്റേഴ്സിനോടുമൊക്കെ വളരെ സ്നേഹത്തോടെ എന്നെ പറയുകയാണ്. വളരെ വൈകുന്നേരം കുറേ രാത്രി എത്തി കുറേ കഷ്ടപ്പെട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. തീർച്ചയായിട്ടും അവരുടെ നല്ല മനസ്സിന് സ്നേഹത്തോടെ നന്ദി പറയുകയാണ്. ദൈവത്തിന് സ്തുതി.